അപ്രതീക്ഷിത വിജയം, തുടർന്നുള്ള അനിശ്ചിതത്വം, തർക്കങ്ങൾ, മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മുങ്ങൽ, ഇങ്ങനെ ഏറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നിട്ടും തീരുന്നില്ല പ്രശ്നങ്ങൾ. ഇപ്പോൾ കീറാമുട്ടിയെ നിൽക്കുന്നത് വകുപ്പുകൾ വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ്. അവിടെ ഷിൻഡെയുടെ കടുത്ത എതിർപ്പുണ്ടായി. തുടർന്ന് മന്ത്രിസഭാ വികസന ചർച്ചകൾക്കായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഡൽഹിയിലെത്തി ബി.ജെ.പി. ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നേരത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് ഷിൻഡെയെ അനുനയിപ്പിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുക്കിയത്. വീണ്ടും അത്തരമൊരു ഇടപെടലാണ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ഫട്നാവിസ് കേന്ദ്ര നേതാക്കളെ ധരിപ്പിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ഷിൻഡെയുടെ ആവശ്യം അംഗീകരിക്കാനോ റവന്യൂ വകുപ്പ് വിട്ടുനൽകാനോ ബി.ജെ.പി. തയ്യാറാകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. വീണ്ടും കേന്ദ്ര നേതാക്കൾ ഇടപെടലുണ്ടായാൽ ശനിയാഴ്ചയുടെ അന്തിമരൂപം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഷിൻഡെ വിഭാഗത്തിന് നൽകുന്നതിനൊപ്പം വകുപ്പുകൾ തങ്ങൾക്കും വേണമെന്നാണ് അജിത് പവാർ വിഭാഗത്തിന്റെ നിലപാട്. 16-ന് നിയമസഭയുടെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് വകുപ്പ് വിഭജനം പൂർത്തിയായില്ലെങ്കിൽ അത് മഹാവിജയം നേടിയ മഹായുതി സഖ്യത്തിനും ബി.ജെ.പി. നേതൃത്വത്തിനും ഉണ്ടായേക്കാവുന്ന തിരിച്ചടി ചെറുതല്ല. മഹാരാഷ്ട്രയുടെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇവിടെ ഷിൻഡെ വിഭാഗത്തിനും നിർണായക സ്വാധീനമാണുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഷിൻഡെ വിഭാഗത്തെ പിണക്കാതെ ബി.എം.സി. ഇലക്ഷൻ വരെ കാര്യങ്ങൾ മയപ്പെടുത്താൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം ശ്രമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാന ഘടകമായത് ഷിൻഡെയോടുള്ള സാധാരണക്കാരുടെ അനുഭാവം മൂലമാണെന്നും ഇതിനെ കണ്ടില്ലെന്നടിച്ചാൽ തിരിച്ചടിയാകുമെന്നുമാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ബി.ജെ.പിക്ക് 22, ഷിൻഡെ 12, അജിത് പവാർ 9 എന്ന വിധത്തിലാണ് മന്ത്രിപദവികളുടെ വീതം വെപ്പെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് തനിക്ക് വേണമെന്ന കാര്യത്തിൽ ഏക്നാഥ് ഷിൻഡെ പിന്നോട്ടില്ലെന്നാണ് ശിവസേന എം.എൽ.എ. ആയ ഭാരത് ഗോഗാവ് പറഞ്ഞത്. പി.ടിയോടായിരുന്നു ഗോഗാവാലയുടെ പ്രതികരണം. ഫട്നാവിസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പും കൈവശം വെച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഷിൻഡെ സാഹിബും ആവശ്യപ്പെടുന്നത്. മോദിയോടും അമിത്ഷായോടും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നതാണ് ഗോഗാവാല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഡിസംബർ 5-നാണ് മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും അധികാരമേറ്റെടുത്തത്. വോട്ടെണ്ണൽ കഴിഞ്ഞ ഒരാഴ്ചയും പിന്നിട്ടതിന് ശേഷമായിരുന്നു മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യത്തിന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചത്. അവസാന നിമിഷമാണ് ഫട്നാവിസിനെ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതും ഷിൻഡെയെ മയപ്പെടുത്തിയതും. വലിയ ആഘോഷ പരിപാടികളായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, യോഗി ആദിത്യനാഥ് അടക്കം പങ്കെടുത്ത ചടങ്ങിൽ മന്ത്രിസഭാ രൂപീകരണം ഇനിയും വൈകിയാൽ ബി.ജെ.പിക്ക് തന്നെയാകും അത് കൂടുതൽ നാണക്കേടുണ്ടാക്കുക. അത് തിരിച്ചറിഞ്ഞ നേതൃത്വം ഉടൻ മുംബൈയിലെത്തി ഷിൻഡെയുമായി ചർച്ച നടത്തുമെന്നാണ് വിവരം. ഇതിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിനെ തന്നെ നിയോഗിച്ചതായും സൂചനകളുണ്ട്.